പശുവിനെ കൊന്നതിന് ഗുജറാത്തിൽ 3 പേർക്ക് ജീവപര്യന്തം. എന്തോന്നു? പശുവിനെ കൊന്നതിന് ഗുജറാത്തിൽ 3 പേർക്ക് ജീവപര്യന്തം. ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലഖിനെ കൊന്നതിന് ഉള്ള കുറ്റപത്രം പിൻവലിക്കാൻ UP സർക്കാർ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചത് എന്തിനു വേണ്ടിയാ? ഇതെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും മറ്റുള്ള യൂട്യൂബുകളിലെല്ലാം വന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്, ശ്രദ്ധിക്കുക. പശുവിനെ കൊന്നതിന് ഗുജറാത്തിൽ 3 പേർക്ക് ജീവപര്യന്തം. എന്തോന്നു? പശുവിനെ കൊന്നതിന് ഗുജറാത്തിൽ 3 പേർക്ക് ജീവപര്യന്തം. ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലഖിനെ കൊന്നതിന് ഉള്ള കുറ്റപത്രം പിൻവലിക്കാൻ UP സർക്കാർ. വീഡിയോ ശ്രദ്ധിച്ചല്ലോ. ഇതിൽ എന്താണ് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്? ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം. ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷ. എന്നാൽ മുഹമ്മദ് അഖ്ലഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനും ഒരു സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയല്ല നമ്മൾ വാദം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ അതിദാരുണമായ രീതിയിൽ എന്തിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്? അദ്ദേഹം ഏതെങ്കിലും രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണോ? അല്ല. രാജ്യത്തെ ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണോ കൊല ചെയ്യപ്പെട്ടത്? അല്ല. അദ്ദേഹത്തിൻ്റെ പേര് വന്നത് പശുക്കടത്ത്, അതായത് പശുക്കളെ കടത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടം ക്രിമിനലുകൾ, ഒരു കൂട്ടം ഭീകരവാദികൾ, ഒരു കൂട്ടം ഫാഷിസ്റ്റ് സവർണ ഫാഷിസത്തിൻ്റെ ഗുണ്ടാ പടയാളികൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. നാം വാർത്തകൾ വായിച്ചവരാ. ഇന്ന് ആ ഗവൺമെൻറ് ആ കൊല ചെയ്യപ്പെട്ട കൊലയാളികൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം, അവർ പുറത്താണ്. ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ടവരുടെ പേരിലുള്ള കേസിലുള്ള ആ കുറ്റപത്രം തന്നെ, കേസ് തന്നെ കോടതിയിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുക. ഒന്ന് ആലോചിക്കണം. ഒരു മനുഷ്യൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ആ കേസില്ലാതെയാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും മറുഭാഗത്ത് പശുവിനെ കൊന്നതിൻ്റെ പേരിൽ 3 പേർക്ക് ജീവപര്യന്ത ശിക്ഷയും. എന്ത് വിചിത്രമായ വാദമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്! എന്ത് വിചിത്രമായ സംവിധാനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്! ഇനിയെങ്കിലും പ്രിയമുള്ളവരെ, ഓരോ ഘട്ടങ്ങളിലും ഓരോ ഘട്ടം ഘട്ടമായി ഇവിടെ നടക്കുന്ന അനീതിക്കെതിരെ നാം പ്രതികരിച്ചില്ല എങ്കിൽ വീണ്ടും ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരത്തിന് നേതൃത്വം കൊടുത്തതുപോലെ ഈ രാജ്യം ഇനിയും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്, മറക്കരുതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ അയച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.